വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ശശികൊച്ചാൻ്റെ കടയിൽ മൈദ വാങ്ങിക്കാൻ പോവാണ് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ. നല്ല ചെറിയ ചാറ്റമഴയുണ്ട്. ഞങ്ങൾ ജംഗ്ഷനെത്തി. ഭയങ്കര മഴയായിട്ട് ഭയങ്കര ഞങ്ങൾ മൈദയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഭയങ്കര അപ്പോൾ ഞങ്ങൾ മൈദയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുമായിരുന്നേ. ഭയങ്കര മഴയായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നു. പിന്നെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ ഏത്തയ്ക്കയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഏത്തയ്ക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൈദ എടുത്തു. അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, തുള്ളി ഉപ്പിട്ടാൽ മതി, കുറച്ച് പഞ്ചസാര. നല്ല ഏത്തപ്പഴമാണ്, കുറച്ച് മധുരം മതി കേട്ടോ, പഞ്ചസാര ഇട്ടാൽ മതി. നല്ല മധുരമുള്ള ഏത്തപ്പഴമായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ ജീരകവും കുറച്ച് എള്ളും, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഒരു ഇതാക്കിയെടുക്കുക, പരുവാക്കിയെടുക്കണം. ഒത്തിരി ലൂസും ആവില്ല, ഒത്തിരി കട്ടിയാവില്ല, അങ്ങനത്തെ ഒരു പരുവം എടുത്തിട്ട് ആക്കി വെക്കണം. അപ്പോൾ എണ്ണ ചൂടായി. നമ്മൾ ഏത്തയ്ക്ക ഇടുവാണ്. ഇപ്പം എല്ലാവർക്കും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം എണ്ണയൊക്കെ പരമാവധി ഒഴിവാക്കി വെക്കുക. ഏത്തയ്ക്കാപ്പം ഏത്തയ്ക്കാപ്പം അങ്ങനെ ചായ ഏത്തയ്ക്കാപ്പം ഒക്കെ ഉണ്ടാക്കി അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അച്ഛൻ അങ്ങനെയൊന്നും കഴിക്കത്തൊന്നുമില്ല. വല്ല ഇടയ്ക്കെങ്ങാനും ഒന്ന് ഉണ്ടാക്കി കഴിക്കും, അല്ലാതെ അച്ഛനൊന്നും വേണ്ട കേട്ടോ. പിന്നെ അങ്ങനെ കൊടുത്ത് ശങ്കരനും കൊടുത്ത്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിച്ചു, നാമം ചൊല്ലി. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം. എന്നിട്ട് ശങ്കരനെ കുറച്ച് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതി തുടങ്ങി കേട്ടോ. പിന്നെ അപ്പൂപ്പനും മോനോടാണെങ്കിൽ 2 പൂച്ചകളുണ്ട് കേട്ടോ. അതിനോട് ഓരോന്ന് പറഞ്ഞും ബിസ്ക്കറ്റും കൊടുക്കുകയൊക്കെ ചെയ്യുക. അവന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെ. ഇന്നാണെങ്കിൽ വൈകിട്ട് ഒരു 8 മണി 8:15 ഇന്ന് അച്ഛന് കടുങ്കാപ്പി വേണം, അതെടുക്കാമെന്ന് അമ്മ. പിന്നെ വൈകിട്ടത്തേക്ക് കപ്പയും ചേമ്പുമാണ്. എന്നിട്ട് കപ്പയൊക്കെ അമ്മയാണെങ്കിൽ അടുപ്പേ വെച്ചു, അത് തിളയ്ക്കുന്നു. കൂടാണെങ്കിൽ തേങ്ങാ ചട്നി കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ നൊയമ്പായതുകൊണ്ട് അച്ഛന് മാത്രം തേങ്ങാ ചട്നി, ഞങ്ങൾ തൈരും എല്ലാം കൊട്ടി കഴിച്ചോളൂ. എന്നിട്ടാണെങ്കിൽ കൊച്ചിച്ചേട്ടനും അരുണും വന്നിട്ടുണ്ടായിരുന്നേ. അവരോട് കുറച്ച് കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോയിരുന്നു. കഴിക്കാൻ കപ്പ, പിന്നെ തൈരും മുളകുള്ള ചട്നിയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം.